നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇയാളെ കാണുമ്പോഴറിയാം ആരാണ് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഞാനൊരു ആമുഖമൊന്നും പറയുന്നില്ല. നമ്മുടെ ഹരിപ്പാടിൻ്റെ നഗരസഭയുടെ ചെയർമാനാണ്, മുൻ ചെയർമാനാണ്. അപ്പം ഈ ക്ഷേത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു 4 മിനിറ്റിൽ ചുരുക്കി നമ്മുടെ ഈ കാർത്തികപ്പള്ളി താലൂക്കിലെ അല്ലെങ്കിൽ ലോകത്തുള്ള ഭക്തർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് അറിയേണ്ട ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ അരനാഴിക ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യവും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ചുരുങ്ങിയ വാക്കുകളിലൊന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തന്നെ മഹാക്ഷേത്രങ്ങളിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ്. 4-5 ക്ഷേത്രങ്ങളേ ഉള്ളൂ മഹാക്ഷേത്രങ്ങളായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള. അതേപോലെ ലക്ഷണങ്ങളെല്ലാം യുക്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രം. ആ ക്ഷേത്രം ഉണ്ടാകുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയാണ് കീഴ്ത്തിരുക്കോവിൽ എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഹരിപ്പാടുണ്ടായിരുന്നു. സുബ്രഹ്മണ്യ സ്വാമിയുടെ തന്നെ ഒരു ക്ഷേത്രം ഹരിപ്പാടുണ്ടായിരുന്നു. അപ്പോൾ ഹരിപ്പാട്ട് പ്രാദേശികമായിട്ട് പ്രമുഖൻ എല്ലാം കൂടെ കൂടിച്ചേർന്നുകൊണ്ട് നമുക്കൊരു അയ്യപ്പ ക്ഷേത്രം പണിയണം എന്ന് ആഗ്രഹം ജനിക്കുകയും ഇവരെല്ലാം ചേർന്ന് വൈകിട്ട് അമ്പലത്തിൻ്റെ പ്രദേശത്ത് ഒത്തുകൂടുകയും ഒരു അയ്യപ്പ ക്ഷേത്രം പണിയുവാനായിട്ട് അവർ ഒരു മനസ്സിലൊരു തീരുമാനമെടുത്ത് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുവെങ്കിലും ഒരു 2 ദിവസത്തിന് ശേഷം 2-3 ദിവസത്തിന് ശേഷം ഈ പ്രമുഖർക്കെല്ലാം, അതായത് നമ്മുടെ കിഴുകുളം തിരുമേനി ഉണ്ടായിരുന്നു, പുല്ലാമ്പഴി തിരുമേനിമാരുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ തഴുവുമഠം ഉണ്ടായിരുന്നു, ചില നായർ പ്രമാണി തറവാടുകളിലെ പ്രമാണിമാരുണ്ടായിരുന്നു. ഇവരൊക്കെ വൈകിട്ട് ഒന്നിച്ചുകൂടി സംസാരിച്ച കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം അവർ കൈക്കൊണ്ടത്. പക്ഷേ അവർക്ക് രാത്രിയിൽ ഒരു സ്വപ്ന ദർശനം ഉണ്ടാവുകയും പിറ്റേ ദിവസം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കൂട്ടത്തിൽ ഇതേപോലെ കായംകുളത്തുള്ള കണ്ടല്ലൂർ കായലിൽ ഒരു വിഗ്രഹം, പരശുരാമനാൽ പൂജിതമായ ഒരു വിഗ്രഹം ഉണ്ട് എന്നും അവിടെ ഒരു ചുഴിയാൽ ചുറ്റപ്പെട്ടിട്ടുണ്ടെന്നും അത് തെച്ചിപ്പൂ കൊണ്ട് ചുറ്റപ്പെട്ട ചുഴിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അവിടെ പോയി മുങ്ങിയാൽ ഈ പരശുരാമനാൽ പൂജിതമായ ഈ വിഗ്രഹം ലഭിക്കുമെന്നും ആണ് അവർക്ക് കിട്ടിയ സ്വപ്ന ദർശനം. അത് എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേപോലെയാണ് ലഭിച്ചത്. ഇവർ പക്ഷേ പിറ്റേ ദിവസം കണ്ടപ്പോഴാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞപ്പോഴാണ് ഞാനും കണ്ടു എന്ന് അവരിങ്ങനെ പറയുന്നത്. അങ്ങനെ ഏതായാലും സ്വപ്നമാണെങ്കിൽ പോലും അവർ പോയി ഒന്ന് പരീക്ഷിച്ച് കളയാം തീരുമാനിച്ചുകൊണ്ട് ഒരു വള്ളത്തിൽ, വലിയൊരു വള്ളത്തിൽ, 1-2 വള്ളത്തിൽ ഇവർ കണ്ടല്ലൂർ കായലിൽ പോയി. പിന്നെ ഇത് സംഭവിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു പിന്നെ തെച്ചിപ്പൂവാൽ ചുറ്റപ്പെട്ട ഒരു ചുഴി നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. അങ്ങനെ അവരെ അതിൽ കൊണ്ട് ഉത്സവത്തിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ ജലോത്സവത്തിന് പായിപ്പാട് ജലോത്സവത്തിൻ്റെ കാര്യമാണെങ്കിലും തുടങ്ങുമ്പോൾ ഇവിടെ വന്ന് തുഴക്കാർ ഉൾപ്പെടെയുള്ളവർ, അമരക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോഴേ പായിപ്പാട് ജലോത്സവം കേരളത്തിൽ തന്നെ 3 ദിവസം നടത്തുന്ന ജലോത്സവങ്ങൾ അപൂർവങ്ങളാണ്. ഇത് 3 ദിവസമാണ്. അതായത് തിരുവോണം, അവിട്ടം, ചതയം ദിവസങ്ങളിലാണ് പായിപ്പാട് ജലോത്സവം നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് തിരുവോണത്തിനന്ന് രാവിലെ പിന്നെ ചുണ്ടൻവള്ളങ്ങൾ പായിപ്പാട്ട് ഭാഗത്ത് നിന്ന്, അതായത് വീയപുരമുണ്ട്, കരുവാറ്റയുണ്ട്, ചെറുതനയുണ്ട്, പിന്നെ ആയാവറമുണ്ട്, ആനാരിയുണ്ട്, അങ്ങനെ വെള്ളംകുളങ്ങരയുണ്ട്, അങ്ങനെ നിരവധി വള്ളങ്ങളുണ്ട്, കാരിച്ചാലുണ്ട്. കേരളത്തിലെ പ്രശസ്തരായ വള്ളങ്ങളെല്ലാം ഹരിപ്പാട് വരുന്നതാണ്. അപ്പോൾ ഇവരെല്ലാം പിന്നെ ഇതിൻ്റെ മുന്നോടിയായിട്ട് ഹരിപ്പാട് ക്ഷേത്രത്തിൽ പിന്നെ ഇതിന് ട്രോഫിയുമായി കൊണ്ടുവന്ന് തൊഴുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ഇത് നെൽപ്പുരക്കടവിൽ ഈ വള്ളങ്ങളെല്ലാം വരികയും അവിടെ നിന്ന് ഘോഷയാത്രയോടുകൂടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിന് ശേഷമാണ് നമ്മൾ ഹരിപ്പാട് ക്ഷേത്രത്തിലോട്ട് പോയി അവിടെ വന്ന്. അതേപോലെ തന്നെ കാവടി സമയത്തും എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭക്തന്മാർ കാവടി എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ ക്ഷേത്രത്തിൽ വരികയും ഇവിടെ തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അല്ല, ഇനി വരാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് അവർ വരണം. എങ്കിൽ അവർക്ക് ഈ കാവടി എടുക്കുന്നതിനകത്തൊരു ഫലം പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. ഫലം കിട്ടും എങ്കിൽ പോലും ഒരു പൂർണ്ണത ഉണ്ടാവണമെങ്കിൽ ഇതേപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി തൊഴണം. നമ്മൾ ഹിഡുമ്പൻ്റെ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നുണ്ട്, കരുവറ്റ ബലഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നുണ്ട്, കരുവറ്റ കുളങ്ങര പോയി തൊഴുന്നുണ്ട്, അതേപോലെ തന്നെ കന്യാട്ട് കുളങ്ങര പോയി തൊഴുന്നുണ്ട്. അതേപോലെ ഈ ക്ഷേത്രത്തിലൂടെ തൊഴുന്നത്
അവരുടെ അനുഗ്രഹങ്ങൾ, അവരുടെ അഭീഷ്ടങ്ങൾ സാധിക്കുന്നതിനുള്ള, പൂർണ്ണതയിലെത്തുന്നതിനുള്ള മറ്റൊരു വഴി കൂടിയാണ്. അതേപോലെ തന്നെ പിന്നെ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനകളെയൊക്കെ ഇവിടെ നിന്നാണ് എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് പല ഭരണസമിതികളും ഉത്സവ സമിതികളും ക്ഷേത്രത്തിലോട്ട് കൊണ്ടുവന്നു. 8-ന്റെ അന്ന് ഹരിപ്പാട് ക്ഷേത്രത്തിൽ 3 ഉത്സവമാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ കാര്യം എന്ന് പറയുന്നത്, ഹരിപ്പാട് ക്ഷേത്രത്തിൽ പിന്നെ വിഗ്രഹം 4 കൈകളുള്ള ഒരു വിഗ്രഹമായിട്ട് മാത്രമാണ് അന്ന് എല്ലാവർക്കും ഫീൽ ചെയ്തത്. അത് സുബ്രഹ്മണ്യനാണോ ശിവനാണോ വിഷ്ണുവാണോ എന്ന് അറിയാത്ത രീതിയിൽ ആയിരുന്നു അന്ന് അവർക്ക് തോന്നിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിൽ 3 ദേവന്മാർക്കായിട്ട്, അതായത് വേലായുധ സ്വാമിക്കും ശിവനും മഹാവിഷ്ണുവിനും ഉദ്ദേശിച്ചുകൊണ്ടാണ് 3 ഉത്സവങ്ങൾ നടത്തപ്പെടുന്നത്. അതിൽ മാസത്തിലെ ചിത്ര ഉത്സവം വേലായുധ സ്വാമിയെ ഉദ്ദേശിച്ചുകൊണ്ടും, അതോടൊപ്പം തന്നെ ധനുമാസത്തിലെ തിരുവാതിര ഉത്സവം ശിവനെ ഉദ്ദേശിച്ചുകൊണ്ടും, ചിങ്ങമാസത്തിലെ തിരുവോണത്തിൻ്റെ അന്നത്തെ ഉത്സവം, അന്ന് വരുന്ന 10 ദിവസത്തെ ഉത്സവം വിഷ്ണുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹരിപ്പാട് ക്ഷേത്രത്തിൽ നടത്തുന്നത്. കാര്യം, ഈ 3 ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഒരു വ്യത്യാസമില്ല. ഇതേപോലെ തന്നെ 1-ാം ദിവസം കൊടിയേറി 10-ാം ദിവസം ആറാട്ടോടു കൂടിയാണ് സമാപനം. ചിത്ര ഉത്സവം മാത്രം കുറച്ചുകൂടി ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ആഘോഷ പരിപാടികൾ കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. പക്ഷേ ബാക്കിയുള്ള അകത്തുള്ള എല്ലാ ഉത്സവങ്ങളും ഒരേ രീതിയിൽ തന്നെയാണ്. അത് ചതുർബാഹുവായിട്ടുള്ള ഒരു ഭഗവാൻ എന്നുള്ള നിലയ്ക്കാണ് അന്ന് കൊണ്ടുവന്നവർക്കൊക്കെ തോന്നിയത്. ഇപ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അത് വേലായുധ സ്വാമിയാണോ? നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വേലായുധ സ്വാമി പിന്നീട് ഉണ്ടായതുകൊണ്ട്, നമ്മളുടെ ഒരു കൺസെപ്റ്റിൽ ഉണ്ടായതുകൊണ്ട് ഭഗവാൻ ഒരു വേല് വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ വിഗ്രഹത്തിൽ അങ്ങനില്ല. ചതുർബാഹുവായ നമ്മൾ ഗുരുവായൂരപ്പനെ കാണുന്ന പോലൊക്കെ തന്നെ ഉള്ളൂ. ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ താമരയുണ്ടെന്ന് തോന്നും. ഇത് പക്ഷേ അഭയമുദ്രയോടുകൂടി നിൽക്കുന്നു. അതേപോലെ തന്നെ ഇടത്തെ കൈ ഏണിൽ കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. 2 കൈയിൽ, ഒന്നില് ശൂലവും ഒന്നിലേതാ അപ്പോൾ അങ്ങനെ 4 കൈകൾ മാത്രമുള്ള ഒരു ഭഗവാൻ ആയിട്ടാണ് അന്ന് ആൾക്കാർക്ക് തോന്നിയത്, ഭക്തജനങ്ങൾക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ ഉദ്ദേശത്തിലാണ് ഇതേപോലെ 3 ഉത്സവം തന്നെ നടത്തുവാനുള്ള തീരുമാനം ഉണ്ടായത്. ഓക്കെ, വളരെ സന്തോഷം. നമ്മുടെ ചാനലിന് വേണ്ടി ദേശാലപ്പിലേക്ക് പിന്നെ വന്നിട്ടാണ്. ഏതാ പറഞ്ഞു. നമസ്കാരം അമ്മേ. നമസ്കാരമുണ്ട്. നമ്മുടെ അരനാഴിക ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലസ്ഥാനം എന്ന് പറയാം അല്ലേ യഥാർത്ഥത്തിൽ? ഇവിടെ എത്ര വർഷമായിട്ട് നമ്മുടെ ഈ അമ്പലത്തിൽ വരുന്നുണ്ട്? ഞാനൊരു 25 വർഷം കൊണ്ട് മുടങ്ങാതെ വരുന്നുണ്ട്. ഞാൻ പറയുന്ന എല്ലാം സാധിച്ചു തരുന്നുണ്ട്. ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉണ്ടല്ലോ. ജീവിതത്തിൽ പിന്നെ നമുക്ക് വിധിച്ചൊക്കെ നമ്മൾ അനുഭവിച്ചല്ലേ ഒക്കത്തുള്ളൂ. എന്നാലും പറയുന്നതൊക്കെ ഭഗവാൻ കേൾക്കുന്നുണ്ടെന്നൊരു വിശ്വാസമുണ്ട്. നമ്മൾ കണ്ണ് തുറന്ന് അപേക്ഷിക്കണം. തീർച്ചയായിട്ടും അല്ലേ? അതെ, മനമുരുകി പ്രാർത്ഥിക്കണം. എന്നാലേ കേൾക്കത്തുള്ളൂ. കണ്ണ് തുറന്ന് വെച്ചിട്ടോ കണ്ണിനകത്ത് ചിലപ്പോൾ 100 പേരെ നമ്മൾ കണ്ടെന്നിരിക്കും. പക്ഷെ കണ്ണ് തുറന്ന് വെച്ചിട്ട് കണ്ണ് അടച്ചു വെച്ചിരുന്ന കാര്യം നമ്മൾ ഒരുപാട് പരീക്ഷിക്കുന്ന ആളും കൂടെ. തീർച്ചയായിട്ടും അല്ലേ? അതെ, തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് പറഞ്ഞാൽ അവിടുന്ന് കേൾക്കും. ഉറപ്പുണ്ട് നമുക്ക്. സന്തോഷം. നമ്മുടെ ഈ വിഗ്രഹം വരുന്നതിന് മുമ്പും ഒരു ശിലയായിരുന്നു ഇവിടെ നിന്ന് പറയുന്നുണ്ട്. എനിക്ക് അതേ, ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ താമസമാക്കിയിട്ട് 25 വർഷമേ ആയുള്ളൂ. അപ്പൊ എനിക്ക് അതേക്കുറിച്ച്, അതിന് മുമ്പുള്ള കഥ ഇവർക്കൊക്കെ അറിയാം. അതിന് മുമ്പുള്ള കഥ ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇതിനെ കുറിച്ച് അറിയുന്നത്. അപ്പം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമല്ലോ. അപ്പൊ ഇനിയും ഒരുപാട് ഉണ്ടപ്പോഴും നമ്മൾ വരാറുണ്ടായിരുന്നു. പുതിയ അമ്പലം ആയപ്പോഴും വരാറുണ്ട്. 25 വർഷമല്ല ഇവിടെ താമസമാക്കിയിട്ടേ. അപ്പൊ അന്ന് മുതൽ വരാറുണ്ട്, തൊഴാറുണ്ട്. അമ്മയുടെ സ്ഥലം ഇവിടെ ചെറുതന അമ്പലത്തിനടുത്ത. അമ്മ എന്തോ പേര് അമ്മയുടെ? ചന്ദ്രിക അമ്മാൾ. ചന്ദ്രിക അമ്മാൾ അല്ലേ? അമ്മ, ഞാൻ 45 വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട്. എന്നും വരുന്നില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ. പിന്നെ ഞാനിവിടെ ഒരു വർഷം ഭാഗവത പാരായണം ചെയ്തതാണ്. ആ സമയത്ത് ഇവിടെ നേരത്തെ നിന്ന് അമ്പലം ഇടിഞ്ഞ് താഴെ വീഴുന്നു. അത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവരെല്ലാം വന്ന് ഇതിന് ഒരു കമ്മിറ്റിയൊക്കെ എടുത്ത് ഈ ക്ഷേത്രം ഇത്രയും പുതുക്കി പണിയാനുള്ള ഒരു കാരണക്കാരിയും കൂടിയാണ് ഞാൻ. അതെ, വിളിച്ചാൽ ഭഗവാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഉണ്ട്, ഭഗവാൻ ഇഷ്ടം പോലെ. എൻ്റെ മോൻ ഇവിടെ ഒരു വർഷം തൊഴിൽ നടത്തി അങ്ങനെയാണ് ഗൾഫിന് പോകുന്നത്. പിന്നെ എല്ലാ മാസവും അവരുടെ പേരിൽ ഞാനിവിടെ വഴിപാടും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇഷ്ടംപോലെ ഭഗവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. എല്ലാം. പേര് എങ്ങനെ? മനോജ്. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ അറിയാമോ? ചരിത്രം എനിക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ഇത്
വിഗ്രഹം ഇവിടെ വള്ളത്തെ കൊണ്ടുവച്ച് ആ അരനാഴിക ഇരുന്നു. അതുകൊണ്ടാണ് ഇതിന് അരനാഴിക അതറിയാം ക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭക്തൻ എന്ന നിലയിൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ? ഉണ്ട് ജീവിതത്തിലുണ്ട്. അത് കുടുംബത്തിനുണ്ട്? കുടുംബത്തിനുണ്ട്. ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് വരാറുണ്ട്. പിന്നെ എല്ലാ കാര്യത്തിലും സഹകരിക്കാറുണ്ട്. ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ. ഇവിടെ എന്തോ പേരെന്ന്? എൻ്റെ പേര് രാജശേഖരൻ. നമ്മുടെ ഭഗവാന്റെ ഭക്തനാണ്. എനിക്ക് 50 വയസ്സായി. 80 വർഷം എൻ്റെ ജന്മം മുതൽ ഞാൻ ഈ അമ്പലത്തിലെ സ്ഥിരം നിത്യസന്ദർശകനാണ്. അമ്പലത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിനകത്ത് സംഘാടകൻ കൂടിയാണ്. പിന്നെ ഈ നമ്മുടെ അറിവ് വെച്ചിട്ട് അരനാഴിക നേരെ ഇവിടെ വന്ന് വിശ്രമിച്ചാണ് അരനാഴിക ക്ഷേത്രം എന്നതിന് പേര് വന്നത്. അപ്പം എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതുവരെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം ഭഗവാൻ തന്നിട്ടുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയ വിഗ്രഹം നമ്മുടെ ഈ അവർ ജംഗ്ഷൻ ഉണ്ടല്ലോ, പ്രതിമുഖം, ആ പ്രതിമുഖം ജംഗ്ഷനിൽ വെച്ചിട്ട് ഭക്തജനങ്ങളെ കാണിച്ച് അവിടുന്ന് ഘോഷയാത്രയോട് കൂടിയാണ് നമ്മുടെ ഇവിടുന്ന് ഘോഷയാത്രയായിട്ട് പോയെന്നാണ് നമ്മുടെ ഒരു അറിവ്. അങ്ങനെയാണ്. ഇവിടെ അരനാഴിക നേരം അന്ന് ഇവിടെ ഒരു ശില മാത്രമേ ഉള്ളായിരുന്നു. പിന്നീടാണ് അത് വിഗ്രഹമാക്കിയത്. പിന്നെ 2016 അത് ക്ഷേത്രം പുനരുദ്ധാരണം നടക്കുന്നത്. ഇപ്പോൾ 10 വർഷമായി ക്ഷേത്രം പുനരുദ്ധാരണം നടന്നിട്ട്. ഇവിടുത്തെ എല്ലാ ദൈനംദിന കാര്യങ്ങളെല്ലാം നമ്മൾ ഇടപെടാറുണ്ട്. ഒത്തിരി കമ്മിറ്റിയിൽ അംഗമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സംബന്ധിക്കുന്നുണ്ട്. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കിനോട് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് പലർക്കും അറിയത്തില്ല. അറിയിപ്പെടാതെ കിടക്കുകയാണ്. പക്ഷേ അരിപ്പാട്ട് അമ്പലത്തിലെ ഏതൊരു കാര്യത്തിൻ്റെയും സമാരംഭം കുറിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇപ്പം. ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന 9ാം ഉത്സവത്തിന് ആനകൾ ഇവിടെ വന്നിട്ടാണ് ഇവിടുത്തെ സമ്മതം നേടിയാണ് പോകാറുള്ളത്. അതുപോലെ സപ്താഹം നടക്കുന്നത് ഈ വർഷം മാത്രമേ ഉള്ളൂ അതിന് മുടക്കം. സപ്താഹത്തിന് ഇവിടെ വന്നിട്ടാണ് ഇവിടുന്നാണ് വിഗ്രഹഘോഷയാത്ര തുടക്കം നടക്കുന്നത്. ഇപ്പം വിഷുവിൻ്റെ അന്നത്ത് നടക്കുന്നത് അതെല്ലാം ഇപ്പം ഇവിടുന്നാണ് സംഭവം എല്ലാം സമാരംഭം കുറിക്കുന്നത്. ഓക്കെ, സന്തോഷം. നമസ്കാരം. നമ്മുടെ ഈ അരനാഴിക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഈ ആചാരങ്ങളും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ടോ? വരാറുണ്ട്. വിശ്വാസമാണ്. എന്തെങ്കിലും നമ്മൾ സങ്കല്പിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുന്നതാണ്? എന്തെങ്കിലും ജീവിതത്തിൽ സ്ഥിരമായിട്ട് കാവടി എടുക്കുമായിരുന്നു. നമ്മുടേതായ വ്യക്തിപരമായ പല കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട് അല്ലേ? എൻ്റെ ചരിത്രവും ഐതിഹ്യമൊക്കെ അറിയാം അല്ലേ? അറിയാം. അതെ, ഞാൻ അരിപ്പാട്ടുകാരനാണ്. എനിക്കറിയാം അതിൻ്റെ ചരിത്രം. തീർച്ചയായിട്ടും. എന്താണ് പറയാനുള്ളത് നമ്മുടെ ഈ അരനാഴിക ക്ഷേത്രത്തെ? അത് സുബ്രഹ്മണ്യ സ്വാമി ആദ്യമായിട്ട് വന്നിരുന്ന സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് 12 മിനിറ്റ് അല്ലേ അരനാഴിക? അതുകൊണ്ട് അരനാഴിക നെൽപ്പരക്കടം എന്ന് ഇവിടെ അറിയപ്പെട്ടു. ഓക്കെ. ചേട്ടൻ്റെ പേര്?